മുറ്റത്തിലായിട്ട് ഇട്ടല്ലോ. ഇല്ല ഇല്ല, അവിടെ തന്നെ. കത്തി കത്തി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്താലും സക്സസ് ആവുമെന്ന് ഉറപ്പില്ല. പിന്നെ അവിടെ ക്യാൻസറിൻ്റെ ഇതുണ്ട്, ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് വേറെ ഏതാണ്ട് എൻ്റെ ഉണ്ട്. എൻ്റെ എല്ലാം ഡോക്ടർമാരോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വിളിക്കാം. എന്തായാലും ആ പല്ല് അവിടെ ഇരിക്കത്തില്ല, പല്ല് പോവുള്ളൂ. ശരിയായോ? നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു പാത്രം വെക്കുന്ന സ്റ്റീലിൻ്റെ സ്റ്റാൻഡ്, അത് സെറ്റ് ചെയ്യുമായിരുന്നു വന്നപ്പോൾ തൊട്ട്. അത് മാത്രമല്ല, വന്നപ്പോൾ വർത്താനം പറയാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. പല്ലിൻ്റെ ബാക്കി വേറൊരു ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോയേക്കുമായിരുന്നു. പ്രിയങ്ങളെ, ആകെപ്പാടെ മെനയാവും. ഈ പല്ലിൻ്റെ അകത്ത് ഒരു നീഡിലിൻ്റെ ഒരു അറ്റം ഒടിഞ്ഞിരിപ്പുണ്ട്. അത് ഞാൻ അറിഞ്ഞല്ല, ഇപ്പം നമ്മൾ എക്സ്റേ എടുത്തപ്പം കണ്ട കാര്യമാണ്. അപ്പം അത് എടുത്ത് കളഞ്ഞാലേ പല്ലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എടുത്ത് കളയാൻ പറ്റുന്നിടത്താണ് ഇന്ന് ഒരു ഡോക്ടറെ കാണിക്കാൻ പോയതാണ്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അതിങ്ങനെ ചൂണ്ട പോലെ കൊളുത്തിയിരിക്കുക. അപ്പോൾ അത് എടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണ പല്ല് മൊത്തത്തിൽ അങ്ങ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പല്ലെടുക്കാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഓങ്കോളജിസ്റ്റിനെ വേറെ 2 സെക്ഷനിലുള്ള ഡോക്ടർമാരും ഉണ്ട്, അവരോടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ എനിക്കെടുത്ത മരുന്നിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ച് ഡോക്ടർ ഒന്ന് പഠിച്ചിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, വലിയ ഭയങ്കര പ്രതീക്ഷയൊന്നും വേണ്ട, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നിപ്പം ഡോക്ടർ താൽക്കാലിക ആശ്വാസത്തിന് എൻ്റെ പല്ലിങ്ങനെ മുട്ടുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പം നമ്മളിങ്ങനെ ചേർത്ത് വെക്കുമ്പം വേദന ഉണ്ടായിരുന്നു. അപ്പോൾ പല്ല് കുറച്ച് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് രാഗി കളഞ്ഞു. പിന്നെ ഇത് മുറിഞ്ഞ് ഇവിടെ കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്, അതിനുള്ളൊരു ഓയിൻമെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ വിളിക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെ കൊല്ലാപ്പാന്ന് നോക്കും. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് വെക്കാം. ഗ്ലാസ് വെക്കാൻ ഞാൻ ഇതേ ഒരു സ്റ്റാൻഡ് ഇവിടെ വരെ ചോദിച്ചു. നമ്മുടെ ഇവിടുത്തെ ഒരു ഷോപ്പില് സ്ഥിരം കയറുന്ന കടയാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ ഞാൻ വില ചോദിച്ചു, 2000 ചില്ലുവാൻ രൂപയൊക്കെ എന്നോട് വില പറഞ്ഞു. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കാം. അപ്പം ഇതിന് 1000 രൂപയായിരുന്നു ഫ്ലിപ്കാർട്ടിലെ റേറ്റ് കേട്ടോ. ഓഫർ റേറ്റ് ആയിരുന്നു. അതിൻ്റെ MRP ഈ 2000 ചില്ലുവാൻ രൂപ കണ്ടായിരുന്നു. എന്തായാലും ഇത് ആയുഷ്കാലം ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, കുറേ നാളൊക്കെ ഉപയോഗിക്കാം, നോക്കാം അല്ലേ.
ഇന്ന് സൂപ്പർ മാർക്കറ്റിലൊന്നും കയറിയില്ല. അത്താഴത്തിന് ചോറും കറികളും ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. ലോങ് വീഡിയോ പകുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി പകുതി ഇന്ന് എഡിറ്റ് ചെയ്യണം. നാക്ക് തിരിയുന്നില്ല. നാക്ക് നമ്മളെ സ്പ്രേ അടിക്കുമ്പം മരവിക്കുവേ, അതുകൊണ്ട് നാക്ക് തിരിയുന്നില്ല. അപ്പം പിന്നെ എന്താ പറയുക, ഇന്ന് രാവിലെ മുത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ, അവിടുന്ന് മുത്തിൻ്റെ കൂട്ടുകാരെന്ന് വെച്ചാൽ ഇന്ന് മുത്തിൻ്റെ കൂടെ പോകുന്ന കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൂൻ്റെ ഫ്രണ്ട്സാണ്, അപ്പൂൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്, അവരൊന്നിച്ച് പഠിക്കുന്നവരാണ്. അപ്പം അവരെല്ലാവരും കൂടിയാണ് ഇന്ന് ബാംഗ്ലൂർക്ക് പോയേക്കുന്നത്. അപ്പോൾ അതിലൊരാളിന് കാറുണ്ട്, കാറുമായിട്ടാണ് വന്നത്, കാറിലാണ് പോയത്. എനിക്ക് ഒരു തുള്ളി സമാധാനമില്ല പ്രിയങ്ങളെ. നെഞ്ചിനകത്തൊരു തീക്കട്ട എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവരവിടെ ചെന്നിറങ്ങിയിട്ട് എന്നെ വിളിക്കാതെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അങ്ങനെ പോകണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ബസ്സിന് ചായ കൊടുത്തല്ലേ, ബസ്സിന് ടിക്കറ്റ് ഇല്ല, ഭയങ്കര റേറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടി അങ്ങോട്ട് പോയേക്കുന്നത്. തമിഴ്നാട് എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പം ഉച്ചയ്ക്ക് 12:30 1 മണിയാവോളം ആയി അവരിവിടുന്ന് ഇറങ്ങിയപ്പം. അപ്പം രാവിലെ അവരിവിടെ വന്ന് ഫുഡ് കഴിക്കുമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കറി വെച്ചു. പിന്നെ ഈ പ്രശ്നം കാരണം അനങ്ങാൻ വയ്യായിരുന്നു പ്രിയങ്ങളെ. പിന്നെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിന് ഭയങ്കര ക്ഷീണവും വേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വയ്യാഴികയും കൊണ്ട് എനിക്ക് വലിയ പാടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ചിക്കൻ എടുത്ത് കറി വെച്ചു, പൊറോട്ട വെളിയിൽ നിന്ന് മേടിപ്പിച്ചു. അപ്പം അവർക്കതായിരുന്നു. അവർ വന്നപ്പം കഴിച്ചിട്ടെങ്ങാണ്ടാ വന്നു. അവർ വന്നപ്പോൾ 10-10:30 പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് അവർ 12 മണി എങ്ങാണ്ടായിരുന്നു ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, മുത്തിൻ്റെ 3rd സെമ്മിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, പാസ്സായി. അപ്പം ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരാഴ്ച മുമ്പേ റിസൾട്ട് പബ്ലിഷ് ചെയ്തതാണ്. പക്ഷേ കുറച്ച് കുട്ടികളുടെ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇന്നാണ് അവരുടെയൊക്കെ വന്നത്. അപ്പം അതൊരു സന്തോഷമാണ്. എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെച്ചു എന്നേ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് കുളിച്ച് ജപിച്ച് വരട്ടെ. അത്താഴത്തിന് ജോലികളൊന്നുമില്ല, അടുക്കളയിൽ ചോറിരിപ്പുണ്ട്. സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തേണ്ട ഇവിടെ വെച്ചു, പാത്രങ്ങളൊക്കെ പെറുക്കി വെച്ചു. അതൊക്കെ നമ്മുടെ നേരത്തെ ഉള്ളതാട്ടോ. നമ്മുടെ ചപ്പാത്തിക്കല്ലൊക്കെ വെക്കുന്ന ഈ സ്റ്റാൻഡൊക്കെ നമുക്ക് നേരത്തെ ഉള്ളതാണ്. ഇത് ഇന്നെല്ലാം റെഡിയാക്കി. പിന്നെ ഇതെല്ലാം നമ്മുടെ പഴയ ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പം കുളിച്ച് ജപിച്ച് വന്നതേ ഉള്ളൂ. കുറച്ച് എല്ലാം പെറുക്കി ഒതുക്കി ഇവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കി. കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കും. അതിന് കൊണ്ടുവന്ന് അതേപോലെ തന്നെ വന്ന പോലെ അതിനെ എടുത്ത് വെച്ചേക്കുന്നു. അതിനെ കഴുകി എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അകത്താക്കി ഇവിടെ ഒതുക്കിയൊക്കെ കഴിയട്ടെ പ്രിയങ്ങളെ. ഞാൻ വീടൊക്കെ കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം പെറുക്കി വെക്കാൻ പറ്റും. സ്ഥലമുണ്ട്, സ്ഥലത്തിന് ഒരു കുറവുമില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ അത്യാവശ്യത്തിനുള്ള പൊടികളും അങ്ങനെയൊക്കെയുള്ള സ്റ്റീൽ പാത്രങ്ങൾ അത്യാവശ്യത്തിനുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, പാത്രങ്ങളെല്ലാം ഒന്നും എടുത്ത് നിരത്തി വെക്കരുത്, നിരത്തി വെച്ച് എനിക്ക് തന്നെ ആയിരിക്കും ജോലി കൂടുതൽ, അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ ഇതിനകത്ത് അടുക്കളയിൽ വെക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പ്ലേറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം ഇവിടെ തന്നെ വെച്ചെന്നേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഇവിടെ നമ്മുടെ അടുക്കളയിലൊക്കെ വെക്കുന്ന മീൽ സെൽഫുണ്ട്. അതിനകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഭദ്രമായിട്ട് വർഷങ്ങളായിട്ട് ഇരിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് 2-3 പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു. ബാക്കിയൊക്കെ ഞാൻ അതുപോലെ തന്നെ അവിടെ വെച്ചു. ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ എടുത്ത് നിരത്തിയാൽ കിട്ടുന്ന എടുത്ത് അഴുക്കാക്കി ഇടും. പിന്നെ ഞാൻ തന്നെ പാത്രമെല്ലാം കഴുകണം, അതുകൊണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, വേറെ കുറേ അലൂമിനിയം കലങ്ങൾ, നമ്മളിപ്പോൾ അലൂമിനിയം പാത്രങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. അലൂമിനിയത്തിൻ്റെ കലവും വലിയൊരു ചരുവൊക്കെ ഉണ്ട്. ഞാൻ മോനുക്കുട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് വെള്ളം തിളപ്പിച്ച ചരുവ് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ച് സ്റ്റോർ റൂമിനകത്ത്. അപ്പോൾ ഏറെക്കുറെ അടുക്കളയിലെ കാര്യങ്ങൾ കുറച്ച് സെറ്റായി. ഇനിയും കുറേ കവറുകളും അതും ഇതും എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം അഴിച്ച് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി അതൊക്കെ ഓരോരുത്തരെടുത്ത് വയ്ക്കണം. പിന്നെ മുറ്റത്തോട്ടൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം നമ്മൾ മണ്ണെടുത്തത് കൊണ്ട് മഴ പെയ്ത് മുഴുവൻ ചള്ളയായിട്ട് കിടക്കും. അതുകൊണ്ട് മുറ്റത്തോട്ടുള്ള പരിപാടിക്കൊന്നും ഇറങ്ങിയില്ല. എൻ്റെ ചെടിച്ചട്ടികളെല്ലാം തെങ്ങിൻ ചോട്ടിൽ മഴ നനഞ്ഞിരിക്കുകയാണ്.
എല്ലാം ഒന്ന് എടുത്ത് ഒതുക്കി ഈ സൈഡിലൊക്കെ വെക്കണമെന്നുണ്ട്. അതൊക്കെ ചെയ്യണം. മഴ കാരണം ഒന്നും നടക്കുന്നില്ല. പിന്നെ നാളെ മറ്റന്നാളിലൊക്കെ ആയിട്ട് നമ്മുടെ ഈ വഴി ഈടിയൊക്കെ കെട്ടണേ. പിന്നെ കല്ലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. വൃത്തിയാക്കാൻ ആൾക്കാരെ വിടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതോടൊക്കെ കഴിഞ്ഞാലല്ലേ നമ്മൾ മുറ്റമൊക്കെ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. പിന്നെ എൻ്റെ പ്രിയങ്ങളൊക്കെ ഒരുപാട് പേര്, ഒത്തിരി പേര് നല്ല കമൻ്റൊക്കെ ഇട്ട് എനിക്ക് ഒത്തിരി സങ്കടവും സന്തോഷവും തോന്നി. എൻ്റെ പ്രിയങ്ങളെ, നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അത്രയും സ്നേഹമുണ്ട് എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം. നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അത്രയും സന്തോഷമായിരുന്നു ഞാൻ ഈ വിവരമൊക്കെ പങ്കുവച്ചപ്പം. എന്താ പറയുന്നത്, ഈ പറയുന്ന പോലെ ഒരുപാട് പേര് സ്വന്തം കൂടപ്പിറപ്പിന് ഒരു കിടക്കടം ഉണ്ടായതുപോലെ സന്തോഷത്തോടെ കമൻ്റ് ഇട്ടവരുണ്ട്. എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ. എനിക്ക് അത്ര എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ എന്താ പറയുന്നത്, ഇതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ലൈവ് വരാം, അല്ലെങ്കിൽ കമൻറ്റ് വായിക്കുന്ന ഒരു വീഡിയോ ഇടാം. അതൊക്കെ നമുക്കിനി സമയമുണ്ട്, സാവകാശം എല്ലാം ചെയ്യാം. ആരും പിണങ്ങുകയും വിഷമിക്കുകയും ചെയ്യരുത്. മൈൻഡ് ചെയ്തില്ല, കമൻറ്റിന് മറുപടി തന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാണുന്നതൊക്കെ ഞാൻ ലവ് അടിക്കുന്നുണ്ട്. തിരിച്ച് റിപ്ലൈ അതിനകത്ത് ടൈപ്പ് ചെയ്യാനൊന്നുമുള്ള സാഹചര്യം ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ടൈപ്പ് ചെയ്ത് മറുപടി ഇടാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാ കമൻറ്റുകൾക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാ വീഡിയോസിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, ഞങ്ങളുടെ സമയത്തിന് വിലയില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, അതെനിക്കറിയാം. അത് നിങ്ങൾ എനിക്ക് വേണ്ടി തരുന്ന സ്നേഹമാണെന്നും എനിക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ജോലിപ്പാടെല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല പ്രിയങ്ങളെ. അത് മാത്രമാണ് അതിനകത്തെ കാര്യം. ഒരുപാട് സ്പീഡപ്പായിട്ട് എല്ലാ ജോലികളും കൂടെ ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിച്ച് ഒരു സ്നേഹം അങ്ങോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സമയം ഇനി അതിനനുവദിക്കുന്നില്ല. ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എഡിറ്റിംഗ് നടക്കത്തില്ല, അപ്ലോഡിങ് നടക്കത്തില്ല, വീഡിയോ എടുക്കുന്ന സമയം പോവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എനിക്കതല്ലാതെ എന്ത് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇന്ന് ഉച്ചക്കലത്തോടെ ഒന്നും ഞാൻ കഴിച്ചില്ല പ്രിയങ്ങളെ. മുത്തു പോകുന്നതിൻ്റെ ഒരു മനപ്രയാസം ഉണ്ടായിരുന്നു. കാറിൽ പോകുന്നതിൻ്റെ ഒരു ആദ്യമുണ്ട്. അതൊക്കെ കൊണ്ട് എനിക്ക് ഒന്നും കഴിക്കണമെന്ന് തോന്നിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഇന്ന് ചോറ് വെച്ചില്ല, ഇന്നലെ ചോറ് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കട്ടെന്ന് വിചാരിച്ചെല്ലാം വാർത്ത് ഊറ്റിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. അമ്മ ഉച്ചയ്ക്ക് ഇച്ചിരി കഴിച്ചതേ ഉള്ളൂ. മോനുകുട്ടന് ദോശയും അതും ഇതുമൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് കഴിക്കാം. മോനുകുട്ടന് ദോശ ഇരിപ്പുണ്ട്, അവൻ ഇപ്പോഴും രാത്രിയിൽ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിച്ചിരി ചോറ് വേണം. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ കാണാൻ വന്ന്, സീന എന്നാണ് പേര്. അപ്പം നേരത്തെ ഇടയ്ക്കൊന്ന് വന്നായിരുന്നു, ഞാൻ അവധിയായിരുന്നു, അത് കാണാൻ പറ്റിയില്ല. ഇന്ന് വന്നു, ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു, സന്തോഷമൊക്കെ പറഞ്ഞിട്ട് പോയി. ഒരു ഡിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ, ഡിണ്ടിഗൽ തന്നെയോ അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പിക്കൊണ്ട് അങ്ങോട്ട് പോകാം. നമ്മുടെ പാലുകാച്ചലിൻ്റെ കലവാണ്. വേണ്ടേ വേണ്ടേ മുരിങ്ങയ്ക്ക തീയൽ, പുളിയിലോട്ട് പച്ചടി, ഇച്ചിരി ചിക്കൻ കറിയുടെ ചാറ്. കഷ്ണം കൊണ്ട് എടുക്കാൻ വയ്യ, കഴിക്കാൻ വയ്യ, അതുകൊണ്ട് ചാറ് ചെയ്യും മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ അത്താഴം. കഴിക്കട്ടെ. മോനുകുട്ടൻ കഴിച്ചില്ല, ദോശയൊക്കെ എടുത്തോണ്ട് വെച്ചതേ ഉള്ളൂ, വേണ്ടാന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കാം. ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ. നാളെ കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.